ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രാവലിംഗ് വീഡിയോ കേട്ടോ. ഈ വീഡിയോ തന്നെ ഒരു മാസം മുമ്പ് എടുത്തു വെച്ചതാണ്. ചെറിയ തിരക്കൊക്കെ വന്നുകൊണ്ട് ഇപ്പോഴാട്ടോ അപ്ലോഡ് ചെയ്യാൻ അവസരം കിട്ടിയത്. അക്കുവിൻ്റെ മസ്റ്ററിങ്ങിന് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു. മസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂരിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്കു ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ അക്കു ഇങ്ങനെ സൗണ്ട് കുറേ കേൾക്കുന്നുണ്ട് ബസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള. അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അക്കു പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 സീറ്റ് ബുക്ക് ചെയ്തിട്ടാട്ടോ പോവാറ്. അവനെ ഇങ്ങനെ മടിയിൽ വെച്ച് പോകുന്നത് റിസ്ക്കാണ്. ഞങ്ങളിതപ്പം വയനാട് ചുരം എത്തിയിട്ടോ. KSRTC വയനാട് കോടമഞ്ഞ്, അതൊരു പ്രത്യേക ഫീൽ തന്നെയല്ലേ. ചുറ്റും കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 1 മണി ടൈം ആയിട്ടോളേ, അപ്പോഴത്തേക്കും എന്തോ ഒരു കോടയാണ്, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ അധികം യാത്രകളൊക്കെ നടത്താറ് രാത്രിയാണ്. രാത്രിയാവുന്ന സമയത്ത് അക്കുവിന് ഭക്ഷണവും മരുന്നും കൊടുത്ത് പിന്നെ ബസ് കയറിയാൽ അക്കു അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ രാവിലെ എണീക്കുള്ളൂ. അവനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മൈസൂരിലേക്കും തിരിച്ചും അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ പോകല്. ഈ രാത്രി പോകുന്നതുകൊണ്ട് തന്നെ കാട്ടിൻ്റെ ഭംഗിയോ അവിടെയുള്ള മൃഗങ്ങളെയോ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാൽ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അക്കു എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അക്കു നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ കൊണ്ടിപ്പോൾ നമുക്ക് പകലും യാത്ര ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഈ പ്രാവശ്യം നമുക്ക് പകൽ തിരിച്ചു പോകാനേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ യാത്ര പകലാണ്. അതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം കാടും കാണാം, ഏതെങ്കിലുമൊക്കെ മൃഗത്തിനെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. എന്തായാലും മാനേനെ കാണാം. കാരണം മാനുകൾ കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ വഴിയരികിലൊക്കെ ഇഷ്ടം പോലെ മാൻ ഉണ്ടാവും എന്നറിയാം. ഒരു ആനേനെങ്കിലും കാണണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത് കേട്ടോ. എന്താ പറയുക, കാട്ടിലെ ആന എന്നൊക്കെ വെച്ചാൽ ഒരു വല്ലാത്ത ഇഷ്ടമാണല്ലോ. അതെല്ലാവർക്കും ഉണ്ടാവും. കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആനകളോടൊരു പ്രത്യേക, മറ്റ് മൃഗങ്ങളോടുള്ളതിനേക്കാട്ടും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ അത് എൻ്റെ മുന്നിലൊരു ആന. പക്ഷെ ബസ് കുറച്ച് സ്പീഡിലായതുകൊണ്ട് ആ ആനേനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. കാട്ടിലേക്ക് കയറി ആദ്യം തന്നെ കാണാൻ പറ്റിയ മാനിനെ കേട്ടോ. ഇഷ്ടംപോലെ മാനുള്ളതുകൊണ്ട് റോഡിൻ്റെ 2 സ്ഥലവും മാനിനെ കാണാൻ പറ്റിയ. പിന്നെ ഒരു മയിലിനെയൊക്കെ കണ്ട്, പിന്നെ മൃഗങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ ഹമ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹമ്പൊക്കെ ചാടി മെല്ലെ പോകാൻ പറ്റുള്ളൂ. മൃഗങ്ങളെ കണ്ടാൽ ഇങ്ങനെ വണ്ടി നിർത്തി നോക്കി നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതൊക്കെ ഫൈൻ കിട്ടുന്ന പരിപാടിയാണ്. നമ്മൾ ഒരു കാര്യം അതിയായി ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. എന്തായാലും അത് നടക്കും. അതിന് ഉദാഹരണമാണ് ഇപ്പം ഞാൻ. ഒരു ആനേനെങ്കിലും കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. പക്ഷെ ഇപ്പം എൻ്റെ മുന്നിലെത്തിയതാ ഒരു ആനക്കൂട്ടം തന്നെ കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലും നിന്നിട്ട് ഇവർ പുല്ല് തിന്നു കേട്ടോ. ഒരു സൈഡത്തെ വീഡിയോ മാത്രം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഞാൻ വിചാരിച്ച കാര്യം നടന്നല്ലോ. എൻ്റെ അതിയായ സന്തോഷം കൊണ്ടും ബസ്സിലായതുകൊണ്ടും വീഡിയോയ്ക്ക് കുറച്ച് ഇളക്കമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ആനേനെയൊക്കെ കണ്ടു മുന്നോട്ട് പോവാം. എന്തെങ്കിലും ഒരു നല്ല കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റ് വണ്ടികൾ പാസ് ചെയ്ത് മുന്നിൽ കൂടെ പോകുക കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവർക്കും പോകണമല്ലോ. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ട ആനകൾക്കൊന്നും കൊമ്പില്ല കേട്ടോ. അപ്പോൾ ഒരു കൊമ്പുള്ള ആനേനെ കാണാൻ പറ്റണേന്ന് മനസ്സിലാഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ നിൽക്കുന്ന ഒരു കൊമ്പുള്ള ആന. അങ്ങനെ കൊമ്പുള്ള ആനേനെ ഒരു ആനക്കൂട്ടത്തെയും കണ്ട്, പിന്നെ ബോണസായിട്ട് കുറച്ച് കുരങ്ങന്മാരെയും കണ്ടു കേട്ടോ. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു മാൻകൂട്ടത്തെ കണ്ടിട്ടോ. ഈ ഒരു മാൻകൂട്ടത്തെ എനിക്കിപ്പോൾ ഞാൻ കണ്ടേൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. മറ്റൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എത്ര വട്ടം ഈ കാട്ടിൽ പോയാൽ ഒരു മടുപ്പും തോന്നൂല കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇനിയിപ്പം കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ കാട് കഴിഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പുറകോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ കാട് കാണാനും ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എൻ്റെ ബസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അതുപോലെ തന്നെ കേട്ടോ ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിരുന്നു. ഈ വീഡിയോ 1 മാസം മുമ്പ് എടുത്താന്ന് പറഞ്ഞിട്ട്. അതായത് ഓണത്തിന് 1 മാസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ ഇത്. ഓണത്തിന് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട പൂക്കൃഷിയൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ചെട്ടിയാണ് 2 സൈഡിലും കൃഷി ചെയ്ത് കാണുന്നത്. ചെട്ടീൻ്റെ കൂടെ തന്നെ സൂര്യകാന്തി ഉണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ 2 സൈഡിലേക്കും നോക്കുമ്പോൾ ഒരു ഓറഞ്ച് കടൽ തന്നെ കേട്ടോ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആളുകൾ പൂക്കളൊക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. നല്ലൊരു കാഴ്ചയല്ലേ. ശരിക്കും ഇത് നേരിട്ട് കാണണം കേട്ടോ. അടുത്ത പ്രാവശ്യം ഓണാവുന്നതിന് മുമ്പ് ഒന്ന് ഗുണ്ടൽപേട്ട ആ ഭാഗത്ത് വന്ന് ഈ കാഴ്ചയൊക്കെ കഴിയുന്നതും എല്ലാവരും കണ്ടു പോവാൻ നോക്കുക.
ചെറുതും വലുതുമായിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ പൂക്കൃഷി ചെയ്ത് കാണാം കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ മറ്റേ മഞ്ഞച്ചട്ടിയില്ലേ അതും കൂടി കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ രണ്ടും കൂടി ഇടകലർത്തിയിട്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ വാടാർമല്ലിയും കൃഷി ചെയ്ത് കണ്ടിരുന്നു. ഇതിപ്പം കുറച്ച് നേരത്തെ ആയതുകൊണ്ടായിരിക്കും ഓറഞ്ച് ചട്ടി മാത്രം കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.